എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒരു പുതിയ വീട്ടിലാണ് ഇരിക്കുന്നത്. പുതിയ വീടെന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ പുതിയ രീതിയിൽ ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോയും ഒരു ഇൻഡസ്ട്രിയും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. APS ഇൻഡസ്ട്രി. അപ്പോൾ അവരുടെ ഒരു ഡെമോ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ, അതിൻ്റെ പുറകിലാണ് അവരുടെ കമ്പനി. അവിടുത്തെ കാഴ്ചകളും അവിടെ എന്തൊക്കെയാണ് നിർമ്മിക്കുന്നതെന്ന് കൂടാനുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മളിപ്പോൾ APS ഇൻഡസ്ട്രീസിൽ എത്തിയിട്ടുണ്ട്. അപ്പം APS ഇൻഡസ്ട്രിയുടെ MD ഇപ്പോൾ നമ്മളോടുണ്ട്. അപ്പം നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ കമ്പനിയിലെ പ്രോഡക്റ്റിനെയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഹലോ സർ, ഞങ്ങൾ മാജിക് പിക്സൽ എന്നൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് വരുന്നത്. അപ്പം സാറിൻ്റെ ഈ കമ്പനിയെ കുറിച്ച് കേട്ട് ഇപ്പോൾ ഒരു നൂതനമായ ഒരു രീതിയിലാണല്ലോ നമ്മളിവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം സാർ, ഇവിടെ മെയിനായിട്ടും നമ്മളുടെ പ്രൊഡക്ഷൻ എന്തൊക്കെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങളിവിടെ മെയിനായിട്ട് ഷീറ്റ് മെറ്റൽ പ്രൊഡക്ട്സ് ആണ്. ഷീറ്റ് മെറ്റൽ ഡിസൈനിങ് ചെയ്തിട്ട് ക്ലയന്റിന് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് ഏത് പ്രൊഡക്റ്റ് ആയാലും എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ്, മിഷനറി പ്രൊഡക്റ്റ്, ICU ബെഡ്, ഹോസ്പിറ്റൽ ബെഡ്, ICU ബെഡിൻ്റെ പ്രൊഡക്ട്സ്, അതിൻ്റെ പാർട്സ്, പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ ഇതേ കണക്ക് പ്രീഫാബ് ഹൗസസ്, ഓഫീസസ്, മെക്കാനിക്കൽ പാർട്സ്, ഷീറ്റ് മെറ്റൽ പ്രൊഡക്ട്സ്, അങ്ങനെ എല്ലാം എഞ്ചിനീയറിംഗ് കമ്പനി. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ നൂതനമായിട്ടുള്ള ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ, അതായത് ഈ ഇപ്പോഴത്തെ പരിമിതി വെച്ചിട്ട് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ പരിമിതി ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമ്മുടെ മണ്ണ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മണ്ണ് കുഴിച്ച് കായലൊക്കെ വളരെ കരകളൊക്കെ ഇപ്പൊ കായലായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മല ഇടിച്ച് പാറകൾ ഉണ്ടാക്കി പാറയാക്കി വീടുകൾ ഒഴിച്ച് ഈ നമ്മുടെ ക്ലൈമറ്റ് മൊത്തത്തില് മാറി മറിഞ്ഞു കിടക്കുന്ന ഒരു കാലഘട്ടം കൂടെ അല്ലേ. അപ്പൊ അതിനനുസൃതമായിട്ട് നമ്മളെ ഈ എഞ്ചിനീയറിംഗ് പ്രീഫാബ്, അതായത് നമുക്ക് നമ്മളുടെ നാച്ചുറൽ വീട് താമസിക്കുന്ന ഒരു ഫീലിംഗ് വരണം. അതിന് വേണ്ടിയിട്ടുള്ള R&D ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തും നിങ്ങളുടെ നമുക്ക് ഇതെവിടെ ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സപ്ലൈ ചെയ്യാൻ പറ്റും, എറക്ഷൻ ചെയ്യാൻ പറ്റും. ഓൾ ഓവർ ഇന്ത്യ വിട്ടിട്ട് ഞങ്ങൾക്ക് ഇത് ലേക്സ് ഉണ്ടല്ലോ, അതായത് ഈ ചെറിയ ചെറിയ ലേക്സ്, അതായത് തടാകങ്ങള്, അതില് ഇത് വെക്കാൻ പറ്റും. ഹിൽ സ്റ്റേഷനിൽ വെക്കാൻ പറ്റും. ഏത് ലൊക്കേഷനിലാണ് ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പോർട്ടബിൾ ആയിട്ടാണ് ഉണ്ടാക്കാൻ. റീബിൽഡ് ചെയ്യാനും റീസ്ട്രക്ചർ ചെയ്യാനും ഡിസ്മെന്റൽ ചെയ്യാനും, ഈസി ഡിസ്മെന്റൽ, അങ്ങനെ എല്ലാ ഒരു കൺസെപ്റ്റ് അതിലുണ്ട്. ഇപ്പൊ നമ്മളിരിക്കുന്ന ഈ റൂം അത് തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ സ്ട്രക്ചർ ഒന്നും കാണാൻ പറ്റില്ല, പുറത്തുനിന്ന് കാണാൻ പറ്റില്ല, അകത്തുനിന്ന് കാണാൻ പറ്റില്ല. ഇതിനെല്ലാം ഇൻസുലേഷൻ ഉണ്ട്. പുറത്തുനിന്നുള്ള ചൂട് അകത്ത് വരില്ല. ഇതില് ഫുൾ AC, നമ്മുടെ ഒരു സാധാരണ വീട്ടിലെ AC പോയിന്റ്, കിച്ചൺ, പ്ലാറ്റ്ഫോം, ഒരു വീട്ടിൽ ഒരു സാധാരണ ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള എല്ലാ താമസിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് എഫക്റ്റീവ് ആണോ? കോസ്റ്റ് എഫക്റ്റീവ് നമുക്ക് അതുമായിട്ട് ഇപ്പോൾ ഈ സിവിൽ കൺസ്ട്രക്ഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ഇതൊരു അതായത് സിവിൽ കൺസ്ട്രക്ഷന് ക്യൂറിംഗ് ടൈം ഉണ്ടാവും. ഇതിന് അതിന്റെ ആവശ്യമില്ല. ടൈം വളരെ ഞങ്ങൾ ഇതിലൊരു 7 to 10 ഡേയ്സിനുള്ളിൽ ഞങ്ങളൊരു വീട് തയ്യാറാക്കി കൊടുക്കും. ഫുൾ ഫർണിഷ്ഡ് തയ്യാറാക്കി കൊടുക്കും. അതായത് ഞങ്ങൾക്കിപ്പോൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രീവിയസ് ഓർഡേഴ്സിൻ്റെ അനുസരിച്ച് അവർക്ക് ഒരു ബുക്കിംഗ് എമൗണ്ട് വാങ്ങിച്ചിട്ട് ഞങ്ങളത് ചെയ്യും. പിന്നെ ഞങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിതിൻ 7 ഡേയ്സിൽ ഇത് ഞങ്ങൾ വീട്ടിൻ്റെ ചാവി കൊടുക്കും, കീ കൊടുക്കും. ഇപ്പം നമ്മുടെ നാട്ടില് കണ്ടുവരുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് വീടുകളാണല്ലോ. അപ്പൊ ആ വീടുകൾക്കുണ്ടാകുന്ന അതേ സുരക്ഷ തന്നെ നമുക്ക് അതിനെക്കാട്ടി സുരക്ഷിതത്വം ഇതിനുണ്ടാവും. കാരണം ചിലപ്പോൾ എയർജൊക്കെ വന്നു കഴിഞ്ഞാല് ഈ നമ്മുടെ ഈ ബ്രിക്സ് ഒക്കെ പൊടിഞ്ഞ് നമ്മുടെ പുറത്ത് വീണിട്ട് ആൾക്കാർ മരിക്കാറുണ്ട്. ഇത് അങ്ങനെ വരുന്നില്ല. ഇത് മൊത്തത്തിൽ ബോക്സോട് കൂടി അതിന്റെ അകത്തിരിക്കുന്ന ആള് അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇത് ഫുൾ സ്ട്രക്ചറൽ ആണല്ലോ. ഇത് ടോട്ടലി 3 mm തിക്നെസിന്റെ ഹോളോ സെക്ഷന്റെ പൈപ്പ് കൊണ്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ്. ഇത്
അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് 4-5 ഡിഫിക്കൽട്ടി, അതായത് ഈ നമ്മുടെ ക്ലൈമറ്റ്, ഏത് രീതിയിലുള്ള ക്ലൈമറ്റിൻ്റെ എഫക്റ്റ് വന്നു കഴിഞ്ഞാലും ഇതിൽ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തത്. ഡ്യൂറബിലിറ്റി ഡ്യൂറബിൾ ആണ്. പിന്നെ ഇതിപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്കിപ്പം കുറച്ച് നാൾ നമ്മൾ ഇതിൽ താമസിച്ച് നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യുകയാണെങ്കിൽ റീബിൽഡ് ചെയ്യാൻ പറ്റുമോ? റീബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് കൺസ്ട്രക്ഷൻ മുഴുവൻ പൂർണ്ണമായിട്ട് ചേഞ്ച് ചെയ്ത് നമുക്ക് വേറെ ഇപ്പോൾ ഒരു 1-2 റൂം എക്സ്റ്റെൻഡ് ചെയ്യണം, ചെയ്യാൻ പറ്റും. ഓക്കെ. ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് വീണ്ടും എക്സ്ട്രാ കോസ്റ്റ്, അതിന് എത്ര എക്സ്റ്റെൻഡ് ചെയ്യുന്ന അത്രയും കോസ്റ്റ് വരും. അത്ര വരും. ഓക്കെ. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ഡിസ്മാൻഡിൽ ചെയ്യേണ്ട ഒരു ലേബർ ചാർജ് ഉണ്ടാവുമല്ലോ, ആ ലേബർ ചാർജ്, പിന്നെ അവിടെ കൊണ്ടുപോയി അസംബിൾ ചെയ്യുന്നതിന് ഒരു ചാർജ് ഉണ്ടാവും. ബാക്കി റോ മെറ്റീരിയൽസ് നമുക്ക് മറ്റുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും കൂടുതൽ ബൈ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ ഈ സിമന്റ് ഫൈബർ ബോർഡ്, അപ്പൊ അത് എന്ന് വെച്ചാൽ 12 mm തിക്നെസിന്റെ ആണ്, അകത്തുനിന്നും പുറത്തുനിന്നും. അപ്പൊ അതിനെന്തെങ്കിലും ഈ ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്രാക്ക് ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിക്കാരോട് അവർ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് സ്മൂത്ത് ആയിട്ട് ചെയ്തു കൊടുക്കും. എന്തെങ്കിലും കാരണവശാൽ ഇതിന്റെ വയറിങ് കൺസീൽഡ് ആണ്. അതെ. അപ്പൊ അതിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും? അത് നമുക്ക് ഈ പോയിന്റ്സ് അറിയാൻ പറ്റും. കണക്ടിവിറ്റി, അതിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് പോയിന്റ്സ് അറിയാൻ പറ്റും. അത് ഈ നമ്മുടെ ഈ പവർ പോയിന്റ് ഇളക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് വയർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റൻഷൻ, അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പൊളിക്കാതെ തന്നെ ഈ ബോർഡ് ഇളക്കിയതിനു ശേഷം നമുക്ക് അതിൽ നിന്ന് വയർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് ഒരു കാലാവസ്ഥ എല്ലായിടത്തും രീതി വെച്ച് നോക്കുമ്പം ശരിക്കും ഈ ഒരു വീട് നല്ല കാര്യം. ഇപ്പോൾ ഹൈവേകൾക്ക് വേണ്ടി സ്ഥലം എടുക്കുന്നു, അപ്പോൾ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു കളയുന്നു. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് അവിടുന്ന് ആവശ്യാനുസരണം എടുത്ത് മാറ്റാൻ പറ്റും. അപ്പം ഇത് ഫോറിൻ കൺട്രിയിലൊക്കെ ആദ്യം മുതലേ ഒരു 40 അത് അവര് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് ഇത് ഇപ്പൊ സൂട്ടായി വരണം. അതെ. ഇപ്പം പെട്ടെന്നൊരു കാര്യം നമ്മൾ സമൂഹത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ചെറിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമല്ലോ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ശരിക്കും കോൺക്രീറ്റ് വീടുകൾ ഒരു കാലത്തില്ലാതാകുന്ന ഒരു സ്ഥിതിയാണ്. അതായത് വനസംരക്ഷണം, അതായത് ഇപ്പം നമ്മുടെ വനസംരക്ഷണം, അതായത് ഇപ്പം നമ്മുടെ ഈ വലിയ വലിയ മരങ്ങൾ മുറിച്ചിട്ട് ഞങ്ങളിപ്പം ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഈ ഫൈബർ ബോർഡ്, നമ്മുടെ ഡോർസ് ഒക്കെ ഫൈബർ ഡോർസ് ആണ്. അത് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്, ഫയർ പ്രൂഫ് ആണ്, ഓൾ വെതർ പ്രൂഫ് ആണ്. അത് പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തില്ല. അപ്പൊ അതങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ മരം മുറിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ മാറി ഇതിലോട്ട് മാറി വരും. അപ്പൊ മഴയൊക്കെ വരുമ്പം എന്തെങ്കിലും ലീക്കേജ് ഇല്ല, അത് ലീക്ക് പ്രൂഫ് ആണ്. ലീക്ക് പ്രൂഫ് ആണ്. വിൻഡ് പ്രഷർ ഇത് ബാധിക്കത്തില്ല. വളരെ കൂടുതൽ കാറ്റും സൈക്ലോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് മറ്റുള്ള വീടുകളെ പോലെ ഇതിന് എഫക്ട് വരത്തില്ല. ഇടിഞ്ഞു വീഴുന്ന നഷ്ടം വരത്തില്ല. ഇതിന്റെ ഇടിഞ്ഞു വീഴുക അല്ലെങ്കിൽ ഇതിന്റെ ഷീറ്റ്സ് മുകളിൽ പൊക്കി പോവുക ചെയ്യത്തില്ല. അതിനുവേണ്ടി ഞങ്ങള് ഡിസൈൻ ചെയ്തിരിക്കുക ഫുള്ള് റൗണ്ടിൽ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഹാഫ് സർക്കിൾ. ഞങ്ങളുടെ ഡിസൈൻ ഞങ്ങളുടെ ഇത് പാറ്റേൺ ആണ്. ഈ മോഡൽ ഇത് പാറ്റേൺ ആണ്. കസ്റ്റമറിന്റെ ആവശ്യമനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇത് ഞങ്ങളുടെ പാറ്റേൺ ആണ്. ഞങ്ങൾക്ക് ഇതിന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ആകുമ്പോഴത്തേക്ക് പിന്നെ കസ്റ്റമൈസിന്റെ ഡ്രോയിങ് വരും. പിന്നെ ഞങ്ങൾ ആ ഡിസൈൻ ഉണ്ടാക്കണം. പിന്നെ ആ ഡിസൈൻ ഉണ്ടാക്കിയതിനു ശേഷം അതുപോലെ ഞങ്ങൾ അതിന് കുറച്ച് എക്സ്ട്രാ കോസ്റ്റ്, കുറച്ച് സമയം എടുക്കും. ബട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്യാം. ഇതേ മോഡല് ചെയ്യാൻ പറ്റും. ഡിസൈൻ ഇത് 1+1 ചെയ്യാം, 1+2 ചെയ്യാം, 5 stars വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലകൾ ചെയ്തിട്ടുണ്ട്. 5 stairs വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം സാർ ഇപ്പൊ ഇവിടെ ഈ നമ്മുടെ വീടിന്റെ കൺസ്ട്രക്ഷൻ മാത്രമല്ല, അത് ബാക്കി വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ കമ്പനിയിലുള്ളത്? ഉണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബെഡിന്റെ മെക്കാനിക്കൽ പാർട്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗീസറിന്റെ പാർട്സ് ഉണ്ടാക്കുന്നുണ്ട്. വാട്ടർ കൂളറിന്റെ പാർട്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങള് ഈ ഓൾ മെറ്റൽ പാർട്സ്
മെറ്റൽ പാർട്സ് ഞങ്ങൾ കസ്റ്റമൈസ് മെറ്റൽ പാർട്സ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഡിസൈൻ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അവരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ അല്ലാതെ നമ്മള് കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുന്നില്ലല്ലോ. ഇല്ല, മാർക്കറ്റിലേക്ക് ഇപ്പൊ ഇറക്കുന്നില്ല. ഞങ്ങളുടെ കുറച്ച് ഒരു 10-15 പ്രൊഡക്റ്റ്, അതായത് ഫർണിച്ചർ പ്രൊഡക്റ്റ് ഓൾറെഡി എല്ലാം ഡിസൈൻ ചെയ്ത് മാക്സിമം ഇന്ത്യയിൽ വന്നിട്ടില്ലാത്ത കുറച്ച് സംതിങ് പ്രൊഡക്റ്റ് ആണത്. അപ്പോൾ അത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് മിഷനറിയും കാര്യങ്ങളൊക്കെ വരാൻ ബാക്കിയുണ്ട്. വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ അതേ ലെവലിൽ ഇറങ്ങും. ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരും. ഇൻഹൗസ് പ്രോഡക്ട്സ് മാർക്കറ്റിലെന്ന് വെച്ചാൽ ഞങ്ങൾ ഇൻഹൗസ് പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഫാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇക്കണോമിക്കലി. ഇതല്ലാതെ വേറെ എന്താ ചെയ്യുന്നത്? വേറെ ഞങ്ങളുടെ കമ്പനിയിലെല്ലാം ഓൾ പ്രോസസ് ഇൻ ഹൗസ് ആണ്. പുറത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽ പുറത്തുനിന്ന് വരും. എല്ലാം കസ്റ്റമേഴ്സ് അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ പ്രോസസ്സും പെയിന്റിങ്, പൗഡർ കോട്ടിങ്, സാൻഡ് ബ്ലാസ്റ്റിങ്, പിന്നെ PT ലൈൻ പൂര മൊത്തത്തിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇൻഹൗസ് ടൂൾ റൂംസ് ഉണ്ട്, പ്രസ് ഷോപ്സ് ഉണ്ട്, വെൽഡിങ് സ്റ്റീംസ് ഉണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് 20,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഏരിയയിൽ ഉള്ള ഞങ്ങളുടെ ഒക്കെ മെക്കാനിക്കൽ പാർട്സ് ആൻഡ് ഷീറ്റ് മെറ്റൽ പ്രൊഡക്ട്സ് ഞങ്ങളുടെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മാൻ പവർ എത്ര ഉണ്ട്? മാൻ പവർ ഇപ്പോൾ ഒരു 65 അടുപ്പിച്ചുണ്ട്. സ്റ്റാഫും സ്കിൽ വർക്കറും ഒരു 65 പേരുണ്ടാവും. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടായിരുന്നു ഈ ഗാർഡൻ ബെഞ്ചുകളും അതൊക്കെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ആണ്. ആ ഗാർഡൻ ബെഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഗാർഡൻ ജിംസ്, ഓപ്പൺ ജിം എക്യുപ്മെന്റ്സ്, അതൊക്കെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ആണ്. ടേബിൾസ്, ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ. പിന്നെ ഒരു ഡൈനിങ് വിത്ത് സെൽഫ് റൊട്ടേറ്റ് ചെയ്ത് ഡൈനിങ് ടേബിൾ ആക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഫോൾഡിംഗ് ചെയർസ് ഉണ്ടാക്കുന്നുണ്ട്. ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്കത് എടുത്ത് വാളിൽ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ സ്പേസ്, കുറഞ്ഞ സ്പേസിൽ നമുക്ക് ഒരു ഓഫീസും ഒരു വീടും എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കൺസെപ്റ്റും കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ നൂതനമായ ഐഡിയകളാണ് സാറിനുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ആവിഷ്കാരം ചിലതൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഒരു കസ്റ്റമറുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. കോസ്റ്റ് എഫക്റ്റീവ് എങ്ങനെ ചെയ്യണം, സമയം എങ്ങനെ ലാഭിക്കണം, പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു അതായത് ഇക്കോ ഫ്രണ്ട്ലി, പ്രകൃതിയെ നശിപ്പിക്കാതെ, നമ്മുടെ പര്യാവരണം, നമ്മുടെ ഈ പ്രകൃതിയെ നശിപ്പിക്കാതെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെ ജീവിക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു കൺസെപ്റ്റാണ്. എന്തായാലും സാറിന്റെ ഈ തിരക്ക് പിടിച്ച സമയത്തിന് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പം ഇനിയും ഞങ്ങൾ പുതിയ പ്രോഡക്റ്റുകൾ വരുന്നതനുസരിച്ച് നമ്മൾ ഇവിടെ എത്തുന്നതായിരിക്കും. എന്തായാലും എനിക്കും വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ വന്ന് ഞങ്ങളുടെ കമ്പനിയുടെ വീഡിയോ എടുക്കാനുള്ള മനസ്ഥിതി കാണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാ ഇതിനും നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പമ്പരം കണക്കിന് കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി ഞാൻ, പമ്പര കണക്കിന് കിറങ്ങി ഞാൻ, പമ്പര കണക്കിന് കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി. കിളി പാറിയൊരു ചിരി നിറം മാറി കത്തി തിരി